ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച US വിപണികളിൽ ഒരു ഗംഭീര റാലി തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. നാസ്ഡാക്ക് 5.2% നേട്ടമുണ്ടാക്കി. കൂടാതെ S&P 500 3.6% ഉയർന്നാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും US വിപണികൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നാസ്ഡാക്ക് 1.3% ഉയർന്നു. ഡൗ ജോൺസ് 0.28% നേട്ടവും S&P 500 0.62% ഉയർന്നാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ നിഫ്റ്റി തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ആഴ്ചയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 0.77% കഴിഞ്ഞ ആഴ്ച ഉയർന്നത്. പക്ഷേ വെള്ളിയാഴ്ച 0.2% ഇടിവിലുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. 0.12% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ US വിപണികൾ ഒരു ചെറിയ സമ്മർദ്ദത്തിലാവാനുള്ള കാരണം ഓയിൽ പ്രൈസുകൾ $85 എത്തി നിൽക്കുന്നു. ഇന്ന് 1% നേട്ടത്തിലാണ് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കിയത് ഇറാൻ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ ഏർപ്പെടുന്നില്ലെന്നും എന്നാൽ ഇടനിലക്കാരുടെ സഹായത്തോടെ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് എന്നും പറഞ്ഞു. യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു യുദ്ധവിരാമം ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,678 36 പോയിൻറ്റ്സ് ഉയർന്നാണ്. ഇപ്പോഴത്തെ നിലവെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 20 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 2% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.69% നേട്ടത്തിലും തായ്വാൻ മാർക്കറ്റ് 1.86% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇനി കഴിഞ്ഞ ആഴ്ച CAS ക്ലോസിംഗ് ഓപ്ഷൻ സെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു വിപണിയിൽ ചർച്ചയിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വ്യാപാരത്തിൽ ഏറെ സ്വാധീനിച്ച പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിൽ വെള്ളിയാഴ്ച ചാഞ്ചാട്ടം താരതമ്യേന കുറവായിരുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ പ്രത്യേകിച്ച് നിഫ്റ്റി 50യിൽ ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള വൊളറ്റാലിറ്റി ട്രേഡർമാരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായി പലരും CAS സെഷനിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. മാർക്കറ്റ് റെഗുലേറ്റർ വിവിധ മാർക്കറ്റ് പാർട്ടിസിപ്പൻസുമായി ബന്ധപ്പെട്ട് CAS സെഷനിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ നോർമൽ ക്ലോസും CAS ക്ലോസും തമ്മിൽ 0.82% വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഓഗസ്റ്റ് 4 തീയതി 0.62% വ്യത്യാസമുണ്ടായപ്പോൾ ഓഗസ്റ്റ് 5 തീയതി 0.22% വ്യത്യാസവും ഓഗസ്റ്റ് 6 തീയതി 0.03% വ്യത്യാസവുമാണ് ഉണ്ടായത്. ഈ ഒരു ഡാറ്റയെ കാണിച്ചു തരുന്നത് ആഴ്ചയുടെ തുടക്കത്തിൽ വലിയ വൊളറ്റാലിറ്റിയൊക്കെ CAS ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ആ വൊളറ്റാലിറ്റിയൊക്കെ ഗണ്യമായി തന്നെ കുറയുന്നതാണ് കാണാൻ കഴിയുന്നത്. CASുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ഉടൻ തന്നെ ഒഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള SBIയുടെ ഒന്നാം പാദ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. 10% വർധനമാണ് അറ്റാദായത്തിൽ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21,121 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ മികച്ചൊരു വളർച്ചയാണ്. ഈ വളർച്ചയ്ക്ക് കാരണം ആഭ്യന്തര വായ്പകളിലുണ്ടായ 18.15% വളർച്ചയും ഉയർന്ന കോർ വരുമാനം, പ്രൊവിഷൻസിലുണ്ടായ കുറവ് ഇതൊക്കെ തന്നെയാണ് ലാഭം ഉയരാനുള്ള കാരണമായത്. കൂടാതെ ആസ്തി ഗുണനിലവാരം, അസറ്റ് ക്വാളിറ്റി, ബാങ്കിൻ്റെ നിഷ്ക്രിയ ആസ്തി അനുപാതം കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് താഴ്ന്നതും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. Q1 ഡാറ്റയ്ക്ക് ശേഷം ചെയർമാൻ CS സെട്ടിയുടെ പ്രസ്താവന ഇത്തരത്തിലായിരുന്നു. രാജ്യത്തെ നോമിനൽ GDP വളർച്ച 12 മുതൽ 12% വരെ ആയിരിക്കും എന്നാണ് കരുതുന്നത്. SBI എപ്പോഴും GDP വളർച്ചയേക്കാൾ 2 മുതൽ 3% കൂടുതൽ ഉള്ള ഒരു വളർച്ചയാണ് കൈവരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നടപ്പ് വർഷത്തിൽ 14 മുതൽ 15% വളർച്ച ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. അതായത് വളരെ ഒരു മികച്ച റിസൾട്ട് തന്നെയാണ് SBIയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ ഗോൾഡ് പ്രൈസുകളിൽ വലിയ നേട്ടമാണ് കാണുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,11,720 എന്ന രീതിയിലായിരുന്നു പവന് ഇന്നലെ വിലയായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഏകദേശം 2% മുകളിലുള്ള ഒരു നേട്ടമാണ് സ്പോട്ട് ഗോൾഡിൽ ഉണ്ടായിട്ടുള്ളത്. ബിറ്റ്കോയിൻ ഉള്ളത് $65,000 തൊട്ട് താഴെയായിട്ടാണ്. ഇനി ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു വീക്ക് തന്നെയാണ്. കാരണം US-ൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരുന്നുണ്ട്. കൂടാതെ US ഇറാൻ നെഗോഷിയേഷൻസ് സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരിക്കും. കൂടാതെ Q1 ഏണിങ്സ് ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലോബലി ഉള്ളതും ഇന്ത്യയിൽ നിന്നുമുള്ളതായിട്ടുള്ള നിരവധി കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വരുന്നുണ്ട്.
ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ആഴ്ച പുറത്തു വരുന്നത്. കൂടാതെ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ഇനി വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമോ, മാർക്കറ്റിൽ നമുക്ക് അത്തരത്തിലുള്ള വലിയ ചാഞ്ചാട്ടങ്ങൾ കാണാൻ കഴിയുമോ എന്നൊക്കെ ഈ ആഴ്ചയും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാവുന്നതാണ്. പുറത്തു വന്ന കമ്പനികളുടെ പ്രധാനപ്പെട്ട ചില റിസൾട്ടുകളിലേക്ക് ആദ്യം ടൈറ്റൻ കമ്പനി പ്രോഫിറ്റിൽ 62.9% വലിയ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 1777 കോടി രൂപയിലാണ് പ്രോഫിറ്റ് പുറത്തു വന്നിരിക്കുന്നത്. റവന്യൂവിൽ 29.3% വർധനവ്, 21,356 കോടി രൂപയിലാണ് റവന്യൂ പുറത്തു വന്നിരിക്കുന്നത്. ഇനി പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 2.1% വർധനവ്, 7012 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 3.3% ഇടിവാണ് വന്നിരിക്കുന്നത്. അടുത്ത് ഓയിൽ ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 253% വർധനവാണ്, 2870.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 58.8% വർധനവ് വന്നിരിക്കുന്നു, 7958.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി കെയ്ൻസ് ടെക്നോളജീസ് ആണ്. പ്രോഫിറ്റിൽ 24.4% ഇടിവ് കാണാം, 56.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 40.5% വർധനമാണുള്ളത്, 9460.2 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനിയാണ്. ലോസ് കുറഞ്ഞിരിക്കുകയാണ് കമ്പനിയെ സംബന്ധിച്ച്, 336 കോടി രൂപയിലാണ് ലോസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ റവന്യൂവിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു, 45% ഇടിവാണ് ഇത്തവണ വന്നിരിക്കുന്നത്. 455 കോടി രൂപയിലാണ് റവന്യൂവിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അടുത്തതായി എൻറ്റിറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 37.3% വർധനവ് കാണാം, 38.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 38.2% വർധനവ് വന്നിരിക്കുന്നു, 1940.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ആക്കുംസ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 56.1% വർധനവാണ് വന്നിരിക്കുന്നത്, 101 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.9% വർധനവ്, 1166.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് നിതിൻ സ്പിന്നേഴ്സ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 83.6% വലിയൊരു വർധനവ് കാണാം, 75.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.3% വർധനവ്, 875 കോടി രൂപയായിട്ടുമാണ് റവന്യൂ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. വോഡാഫോൺ ഐഡിയ, ബോഷ് അമർ രാജ ബാറ്ററി, ആസ്ട്രാസിനിക്ക ഫാർമ, ഭാരത് ഫോർജ്, ബോംബെ ഡൈയിങ്, CMS ഇൻഫോ സിസ്റ്റംസ്, ദിലീപ് ബിൽഡ്കോൺ, ഗ്ലൻഡ് ഫാർമ, ഹിന്ദുസ്ഥാൻ കോപ്പർ, KEC ഇൻ്റർനാഷണൽ, PC ജ്വല്ലേഴ്സ്, സൺ ഫാർമ, ത്രിവേണി ടർബൈൻ, TVS സപ്ലൈ ചെയിൻ, വെബ്സോൾ എനർജി, വോക്കാഡെറ്റ്, യാഥാർത്ഥ് ഹോട്ടൽ ആൻഡ് ട്രോമ കെയർ സർവീസസ്, സി എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയവയാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.